അന വന്നബിയ്യൂന മിൻ ഖബ്ലി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, പ്രവാചകന് മുമ്പ് കഴിഞ്ഞുപോയ എല്ലാ നബിമാരും പറഞ്ഞതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ വാക്ക് ഈ വാക്കാണ്. എന്താണത്? ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധ്യനില്ല, വഹ്ദഹു അവൻ ഏകനാണ്, ലാ ശരീക ലഹു അവന് പങ്കുകാരില്ല, ലഹുൽ മുൽക്കു എല്ലാ ആധിപത്യവും അവനാണ്, വലഹുൽ ഹംദു എല്ലാ സ്തുതികളും അവനാണ്, വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ അവൻ എല്ലാറ്റിനും കഴിവുള്ളവനാണ്. ഇതാണ് ഈ ദിക്റിൻ്റെ അർത്ഥം. ഇത് ഏറ്റവും ശ്രേഷ്ഠമായ കലിമത്തുകളിൽ പെട്ടതാണ്. ഈ കലിമത്ത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരാൾ എല്ലാ ദിവസവും 100 തവണ ചൊല്ലുകയാണെങ്കിൽ, അതും രാവിലെ തന്നെ ചൊല്ലുകയാണെങ്കിൽ, ഇൻഷാ അല്ലാഹ് അതുല്യമായ അത്ഭുതകരമായ 5 നേട്ടങ്ങളാണ് ആ വ്യക്തിയെ കാത്തു നിൽക്കുന്നത്. അതേതൊക്കെയാണ് എന്ന് പരിശോധിക്കാം. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു, അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നു, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ല ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇതിൻ്റെ അർത്ഥം നമ്മൾ പറഞ്ഞു. അത് ഫീ യൗമിൻ മിഅത മറത്തിൻ, ഒരു ദിവസം 100 തവണ ആരെങ്കിലും പറഞ്ഞാൽ, ശ്രദ്ധിക്കുക, ഒരു ദിവസം 100 തവണ ഈ ഒരു ദിക്ർ ആരെങ്കിലും ചൊല്ലിയാൽ ഇനി അയാൾക്ക് ലഭിക്കുന്ന നേട്ടങ്ങളാണ്. ഒന്നാമത്തത് നോക്കൂ, കാനത് ലഹു ആദില ആശിരി റിഖാബിൻ, 10 അടിമകളെ മോചിപ്പിച്ച പ്രതിഫലം അയാൾക്ക് ലഭിക്കുന്നതാണ്. 10 അടിമകളെ മോചിപ്പിച്ച പ്രതിഫലം. അടിമകളെ മോചിപ്പിക്കുക എന്നുള്ളത് ചെറിയ കാര്യമൊന്നുമല്ല. ഇമാം ബുഖാരിയും മുസ്ലിമും അവരുടെ സ്വഹീഹുകളിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മൻ അഅതഖ റഖബതൻ മുസ്ലിമതൻ, ഒരു മുസ്ലിമായ അടിമയെ ആരെങ്കിലും മോചിപ്പിച്ചാൽ, അഅതഖല്ലാഹു ബികുല്ലി ഉദ്വിൻ മിൻഹു ഉദ്വൻ മിനന്നാർ, ആ അടിമയുടെ ഓരോ അവയവങ്ങൾക്ക് പകരമായി ഈ വ്യക്തിയെ, അഥവാ അടിമയെ മോചിപ്പിച്ച വ്യക്തിയെ അള്ളാഹു നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തും. ഹത്ത ഫർജഹു ബി ഫർജിഹി, അള്ളാഹുവിൻ്റെ റസൂൽ പറയാണ്, അയാളുടെ ലൈംഗികാവയവത്തിന് പകരം ഈ വ്യക്തിയുടെ ലൈംഗികാവയവത്തെ വരെ അള്ളാഹു നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തും. എന്ന് പറഞ്ഞാൽ അത്രയും ഒരടിമയെ മോചിപ്പിക്കുമ്പോൾ മോചിപ്പിച്ച വ്യക്തി പരിപൂർണമായും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുമെന്നാണ് ഈ ഹദീസ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അപ്പോൾ 10 അടിമകളെ മോചിപ്പിച്ചാൽ എത്ര തവണ അയാൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടു? 10 ഇരട്ടി തവണ ആ വ്യക്തി നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. ഇത് ഒരു ദിവസം ചൊല്ലുന്ന ദിക്റിൻ്റെതാണ്, 100 തവണ ചൊല്ലിയാലാണ്. ഇതെല്ലാ ദിവസവും ചെല്ലുന്നതിനനുസരിച്ച് 10 അങ്ങനെ എത്രമാത്രം അയാൾ നരകത്തിൽ നിന്ന് അകലെയായി തീരുമെന്ന് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മൻ അആന മുകാതബൻ ഫീ റഖബതിഹി അദല്ലഹുല്ലാഹു ഫീ ദില്ലിഹി യൗമ ലാ ദില്ല ഇല്ലാ ദില്ലു. ഒരു അടിമ തൻ്റെ മുതലാളിയുമായി അദ്ദേഹത്തിനൊരു നിശ്ചിത തുക നൽകിക്കൊണ്ട് ആ അടിമത്വത്തിൽ നിന്ന് മോചനം നേടാൻ വേണ്ടി എഴുതുന്ന കരാറ്, അങ്ങനെ ആ പണം കൊടുക്കാൻ വേണ്ടി ആരെങ്കിലും ആ അടിമയെ സഹായിച്ചാൽ, അഥവാ അടിമ മോചനത്തിന് സഹായിച്ചാൽ, അള്ളാഹുവിൻ്റെ തണലല്ലാതെ മറ്റൊരു തണലുമില്ലാത്ത ഖിയാമത്ത് നാളിൽ അള്ളാഹു പ്രത്യേക തണൽ നൽകുമെന്നാണ്. അപ്പോൾ അടിമകളെ മോചിപ്പിക്കുന്നതിലൂടെ ലഭിക്കുന്നത്, ഒന്ന് ഖിയാമത്ത് നാളിൽ മഹ്ശറിൽ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ തണൽ ആ വിചാരണയുടെ ലോകത്ത് ലഭിക്കുന്നതാണ്. രണ്ടാമത്തത്, ഒരടിമയെ മോചിപ്പിച്ചാൽ തന്നെ അയാൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടും. അപ്പോൾ 10 അടിമകളെ മോചിപ്പിച്ചാൽ 10 ഇരട്ടി തവണ അയാൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടും. ഇത് ഓരോ ദിവസവും ആവർത്തിച്ചാൽ അത്രയും ഇരട്ടിയായി നരകത്തിൽ നിന്ന് ഒരാൾ രക്ഷപ്പെടും. അഥവാ നരകത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു സാധ്യതയും ഇല്ലാതെയാവുകയും ആ വ്യക്തി സ്വർഗത്തിൻ്റെ ആളായി തീരുകയും ചെയ്യും. ഈ ഒരു നേട്ടമാണ് 100 തവണ ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് ഒരു ദിവസം ചൊല്ലുമ്പോൾ ഉണ്ടാകുന്നത്. അതാണ് റസൂലുള്ളാഹി പറഞ്ഞത്, കാനത് ലഹു ആദില ആശിരി റിഖാബിൻ, 10 അടിമകളെ മോചിപ്പിച്ച പ്രതിഫലം. തീർന്നില്ല, രണ്ടാമത്തത് വകുത്തിബത്ത് ലഹു മിഅതു ഹസന, 100 പുണ്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആല ആ വ്യക്തിക്ക് രേഖപ്പെടുത്തുമെന്നാണ്. 100 പുണ്യങ്ങൾ, അത് 100 പിന്നീട് അല്ലാഹു സുബ്ഹാനഹു തആല ഉദ്ദേശിപ്പിക്കുന്ന അത്രയും ഇരട്ടിപ്പിക്കും. ഒരു ഹസനത്തിന് തന്നെ 10 ഇരട്ടിയാണ്. വല ഹസനത്തു ബി അശ്രി അംസാലിഹ, ഒരു ഹസനത്ത് 10 ഇരട്ടിയാണ്. അപ്പോൾ ഈ 100 പുണ്യം ഒരുപക്ഷെ ആ 100 പുണ്യം തന്നെ ആവാം, അല്ലെങ്കിൽ ഓരോ പുണ്യത്തിനും മിനിമം 10 ഇരട്ടി വീതം പ്രതിഫലം അതിന് ലഭിക്കുന്നതാണ്. മൂന്നാമത്തത് വമുഹിയത്ത് അൻഹു മിഅതു സയ്യിഅ, 100 പാപങ്ങൾ മായ്ക്കപ്പെടുകയും ചെയ്യും. 100 പുണ്യം രേഖപ്പെടുത്തപ്പെടുന്നതോടൊപ്പം 100 പാപങ്ങൾ മായ്ക്കപ്പെടുന്നതാകുന്നു.
അതിനു പുറമെ നാലാമത്തത് വകാനത് ലഹു ഹിർസം മിനശ് ശൈത്വാനി യൗമഹു ദാലിക ഹത്താ യുംസി. ആ ദിവസം വൈകുന്നേരമാവുന്നത് വരെ പിശാചിൽ നിന്നുള്ള സംരക്ഷണം. നമുക്കറിയാം, നമ്മുടെ ഏറ്റവും വലിയ കടുത്ത ശത്രുവാണ് പിശാച്. അവൻ എല്ലാ നിലക്കും വിശ്വാസികളെ വഴിതെറ്റിക്കുവാൻ വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കും, അവരെ ഉപദ്രവിക്കാൻ വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കും. അങ്ങനെയുള്ള പിശാചിൻ്റെ എല്ലാ നിലക്കുമുള്ള ഷർറുകളിൽ നിന്ന് വൈകുന്നേരം വരെ പ്രൊട്ടക്ഷൻ ഉണ്ടാകും ആ വ്യക്തിക്ക്. ഇതാണ് നാലാമത്തത്. അഞ്ചാമത്തത് വലം യഅതി അഹദുൻ അഫ്ളല മിമ്മാ ജാഅ ബിഹി ഇല്ലാ അഹദുൻ അമില അക്സറ മിൻ ദാലിക്. ഖിയാമത്ത് നാളിൽ ഈ വ്യക്തിയേക്കാൾ ശ്രേഷ്ഠമായ പ്രതിഫലവുമായി മറ്റാരും വരികയില്ല, ഇദ്ദേഹത്തെ പോലെ പ്രവർത്തിച്ച ആളുകളല്ലാതെ, അല്ലെങ്കിൽ ഇദ്ദേഹത്തേക്കാൾ കൂടുതൽ ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരല്ലാതെ, അല്ലെങ്കിൽ ഇദ്ദേഹത്തെ പോലെ പ്രവർത്തിച്ചവർ ഉണ്ടെങ്കിലല്ലാതെ മറ്റെല്ലാവരേക്കാളും ഖിയാമത്ത് നാളിൽ പ്രതിഫലം ഈ വ്യക്തിക്കായിരിക്കും. സുബ്ഹാനല്ലാഹ്, മഹത്തായ പ്രതിഫലമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ദിക്ർ 100 തവണ ചൊല്ലിയാൽ നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉലമാക്കൾ പറഞ്ഞു 100 തവണ ഈ ദിക്ർ നമ്മൾ ചൊല്ലാൻ ശ്രമിക്കുക. അത് ഒറ്റ ഇരിപ്പിൽ തന്നെ ചൊല്ലണമെന്നില്ല. ആ ദിവസം വ്യത്യസ്ത സന്ദർഭങ്ങളിൽ 5, 10, 20 ഒക്കെ ആയിട്ട് 100 തികച്ചാൽ മതി. അതേപോലെ തന്നെ ആ ദിവസം ഏതെങ്കിലും ഒരു സന്ദർഭത്തിലും മതി. എന്നാൽ തുടർച്ചയായി അത് രാവിലെ തന്നെ ചൊല്ലലാണ് കൂടുതൽ ഖൈർ, പിശാചിൽ നിന്നൊക്കെ സംരക്ഷണം ലഭിക്കാൻ വേണ്ടി. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് ശ്രദ്ധിക്കുക. അദ്ദേഹം പറഞ്ഞു വലാഹിറു ഇത്ലാഖിൽ ഹദീസി അന്നഹു യുഹസ്സിലു ഹാദൽ അജ്റ അൽ മദ്കൂറ ഫി ഹാദൽ ഹദീസി മൻ ഖാല ഹാദ തഹ്ലീല 100 മറത്തിൻ ഫി യൗമിഹി സവാഉൻ ഖാലഹു മുതവാലിയതൻ ഔ മുതഫർരിഖതൻ ഫി മജാലിസ ഔ ബഅദഹ അവ്വലൻ നഹാരി വ ബഅദഹ ആഖിറഹു. അദ്ദേഹം പറയുകയാണ്, ഈ ഹദീസിൽ നിന്ന് മനസ്സിലാകുന്നത് കുറച്ച് രാവിലെയും കുറച്ച് വൈകുന്നേരവും പറഞ്ഞാലും വ്യത്യസ്ത സന്ദർഭത്തിൽ പറഞ്ഞാലും ഒരുമിച്ച് പറഞ്ഞാലുമൊക്കെ ഈ പ്രതിഫലം ലഭിക്കുന്നതാണ്. ലാക്കിന്നൽ അഫ്ളല, എന്നാൽ ഏറ്റവും ശ്രേഷ്ഠമായത് അൻ യഅതിയ ബിഹാ മുതവാലിയതൻ, തുടർച്ചയായി ചൊല്ലലാണ്. അത് തന്നെ ഫി അവ്വലിൻ നഹാർ, പകലിൻ്റെ തുടക്കത്തിൽ തന്നെ, രാവിലെ തന്നെ. ലിയകൂന ഹിർസൻ ലഹു ഫി ജമീഇ നഹാരിഹി, ആ മുഴുവൻ പകലുകളിലും പിശാചിൽ നിന്ന് പ്രൊട്ടക്ഷൻ ലഭിക്കാൻ വേണ്ടി. കാരണം 100 തവണ ചൊല്ലിയാലാണ് പിശാചിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ. അപ്പോൾ അത് രാവിലെ തന്നെ ചൊല്ലലാണ് ഖൈർ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇത് വലിയ ഒരു ദിക്റാണ്, മഹത്തായ ദിക്റാണ്. അത്ഭുതകരമായ അതുല്യമായ 5 നേട്ടങ്ങളാണ് ഈ ദിക്റിലൂടെ ലഭിക്കുന്നത്. അതുകൊണ്ട് എല്ലാ ദിവസവും രാവിലെ തന്നെ ഇത് 100 തവണ ചൊല്ലാൻ ഞാനും നിങ്ങളും ശ്രമിക്കുക, ശ്രദ്ധിക്കുക.